ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ ഈ പള്ളിക്കണ്ടത്ത് വീട്ടിലേക്ക് വന്നിട്ടുള്ളതാണ്. ഇവിടെ ഒരു നോമ്പർക്കലുണ്ട് കേട്ടോ, നമ്മളെ തൊട്ട് മുന്നിലുള്ള വീട്ടിൽ തന്നെ സിദ്ദിയാക്കാൻ്റെ. അപ്പോൾ അതിനും കൂടെ ആയിട്ട് വന്നതാണ്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ, കാരണം ഇവിടെ ഒന്ന് അടിച്ചു വാരി തുടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ടാണ് ഇവരെ കൂട്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. എന്നാലും ഒരു പാത്രത്തിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തിരുന്നു, കുറച്ച് മുന്തിരിയും അതേപോലെ വാട്ടർമെലണും അങ്ങനെ ഇതൊക്കെ ഓർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ വന്ന പാടന്നെ ഓർക്ക് കൊടുന്നാണെന്ന് അറിയണോണ്ട് തന്നെ അത് എവിടെയും ചോദിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. ഏട്ടാ ആവശ്യമില്ല, ആദ്യം കുത്തി തിന്നാണ്, ചോറ് ഇപ്പം തിന്നിട്ടുള്ളൂ. ഞാൻ പറയുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിശക്കും അപ്പം തിന്നാന്നൊക്കെ. എന്ത് രാത്രിയാണെങ്കിൽ നമുക്ക് നോമ്പർക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കേൾക്കണില്ല. അങ്ങനെ ഓലിതാ ഇവിടുന്ന് അതൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കണുണ്ട്. ഞങ്ങളിത് അവിടെ ഒരു തലക്കൊന്ന് ക്ലീൻ ആക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മൂന്നാളും കൂടെ അങ്ങ് എടുക്കണേ, ഒരാൾക്കായിട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ ഈ നോമ്പൊക്കെ നോറ്റിട്ട്. അപ്പോൾ തലവേദനയാണെന്നൊക്കെ പറഞ്ഞിരിക്കാനൊന്നും പറ്റൂല. എല്ലാവരും നോമ്പ് തന്നെയാണ് ഒരേപോലെ ക്ഷീണമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. ബാത്റൂമിൻ്റെ അവസ്ഥ ഒക്കെ അങ്ങനെ ആക്കിയിരിക്കണേ. പഫല്ലേ പഫ അതെത്ര വലിപ്പമുള്ളൂ കേട്ടോ. ഇപ്പൊ ഇവിടെ വെള്ളം അടിച്ചിട്ടാണ് കേട്ടോ. അവിടെ ഓവുണ്ടായതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു. മപ്പിന്റെ ചളി എത്ര ആയാലും ഒരു പോറില്ല. ചളിയാണ് ടീ പോണതൊക്കെ. ചളി ഇവലെ കണ്ടാണ് ഞങ്ങൾ തുടച്ച് റൂം തുടച്ച് അതിൻ്റെ ഉള്ളിലാക്കിക്കാണ്. അതിൻ്റെ അല്ലെങ്കിൽ പൊടിയൊക്കെ തട്ടി അവർക്കിപ്പ ജലദോഷം പിടിക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഒക്കെ ഇങ്ങനെ വെള്ളം അടുക്കളയും കൊലായും അതേപോലെ നടുത്ത ഹോളും എല്ലാം വെള്ളം എടുത്ത് അടിച്ച് ഒഴിവാക്കുകയാണ് കേട്ടോ ചെയ്തത്. നമ്മൾ ഓടുമ്പര ആകുമ്പോൾ എല്ലാ ഭാഗത്തുനിന്നും കൂടെ ഇങ്ങനെ പൊടി അടിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്കാണ് പൊടി ഫുള്ള് വരിക. പിന്നെ നമ്മൾ എന്നും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അന്നാന്ന് നമ്മൾ അടിപ്പൊടിയൊക്കെ തട്ടി തുടച്ച് പോകുമ്പോൾ അങ്ങനെ അറിയൂല. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വരുമ്പോൾ നിറയെ പൊടി ആയിക്കാരട്ടോ. ഇമ്മ താഴത്തൊക്കെ പോയിട്ട് കുറച്ച് മാങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മുറ്റത്തെ ക്ലീനിങ് ആണ്. ഒരുപാട് ഇലകൾ വീണെടുക്കണേ ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചാലോ. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് ഒഴിവാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ ഒരാൾ അടിച്ചു വാരുന്നുണ്ട്. വെള്ളമാണ് കേട്ടോ ഈ പോയിക്കണ്. ഇതാണ് ഉമ്മ എന്ന് പറഞ്ഞ കടുക് മരം. ഇഷ്ടംപോലെ കടുകായി നിൽക്കണ്ടല്ലോ. നമുക്ക് നോക്കാം അതിൻ്റെ ഉള്ളിൽ കടുകുണ്ടാകും. ഉണങ്ങി നിൽക്കണുണ്ട്. അത്രക്കൊന്നും ഉണങ്ങി ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ കടുകൊന്നുമില്ല, ഒക്കെ പച്ച കളർ തന്നെ. മൾബറിൻ്റെ മരതാ ഒറ്റ ഇല പോലും ഇല്ലാതെ ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞ് നിൽക്കണേ. ഇവിടെയൊക്കെ ആകെ മാറിപ്പോയിട്ടാ. മൊത്തത്തിൽ ആളില്ലാത്തതുകൊണ്ട് ഒന്നാകെ എല്ലാ ഓലകളും വീണെടുക്കാണ് കേട്ടോ. നിറയെ ഓല ഉണ്ട്. നമ്മളിവിടെ ഉണ്ടാവുമ്പോൾ എപ്പോഴും ഓല വെട്ടിരിഞ്ഞ് ഒരു ഓല പോലും ഉണ്ടാവില്ല. മാങ്ങ ഉണ്ട് കേട്ടോ പ്രാവശ്യം. അയിമെന്ന് വാങ്ങിയാണ് നമ്മ എടുത്തത്. നമ്മളിവിടെ ഉള്ളപ്പോൾ ഒരു മാങ്ങ ഉണ്ടായിരുന്നില്ല, ചക്കി ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വീട് നിറയെ പൂക്കൾ കൊണ്ട് നിറഞ്ഞു വെക്കൂട്ടെ. എങ്ങോട്ട് നോക്കിയാലും പൂക്കൾ ഏതെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാവായിരിക്കും. ഇപ്പോഴാണെങ്കിലോ ഒക്കെ വറ്റി വരണ്ട് ഉണങ്ങി കിടക്കുകയാണ്. വെള്ളം നനക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് റോഡൊക്കെ നന്നായിട്ട് അടിച്ചു വരിയിട്ടുണ്ട് കേട്ടോ. കൈചാത്താനോടക്ക് പോകുന്നിടത്ത് ഒരു ഇല പോലും ഇല്ല. അങ്ങനെ മുറ്റം ക്ലീനാക്കി അവസാനം നമ്മൾ ഇല കുറച്ച് അടിച്ചു വരുന്നുള്ളൂ എന്നാണ് വിചാരിച്ചത് കേട്ടോ, ഒരു ഭാഗം മാത്രം. അങ്ങനെ അടിച്ചു വരിയപ്പോൾ മൊത്തത്തിൽ കച്ചറുള്ള ഭാഗം മാത്രം ഇങ്ങനെ അടിച്ചു കൂട്ടിയിട്ട് അങ്ങനെ ഒക്കെ റെഡിയാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വൃത്തിയാവലും അടുത്ത വരവിന് ഇതിൻ്റെ ഇരട്ടിക്ക് ഇലകൾ ഇവിടെ കാണും കേട്ടോ. കാരണം മരങ്ങൾ ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് എപ്പോഴും ഇല വീണുകൊണ്ടിരിക്കും. എൻ്റെ പണ്ടത്തെ വീഡിയോയിലൊക്കെ ഞാൻ നേരെ ചൂലെടുത്തുകൊണ്ട് രാവിലെ വരും. നാരങ്ങൻ്റെ ചോട്ടിൽ കുറച്ച് ഇലകൾ ഉണ്ട് എന്നിറങ്ങണ്ടേ, എന്നിട്ട് എൻ്റെ കളിയാക്കാനായിട്ട് കുറച്ച് ഫ്രണ്ട്സും ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതാ എല്ലാം ക്ലീനാക്കി എല്ലായിടത്തും ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ വെള്ളം അടിച്ചിരിക്കുന്നു. അപ്പോൾ അതാ ഏകദേശം എല്ലാം ഇത് ഉണങ്ങി റെഡി ആയിക്കണേ. ഈ കളർ കണ്ടിട്ട് നിങ്ങൾ വിചാരിച്ചാണ് കേട്ടോ അതെന്താ തുടച്ചിട്ടില്ലേ എന്നുള്ളത്. തുടച്ചതാണ് മടക്കി. ഒരു വെള്ള കളർ ഉണ്ടാവും. എല്ലായിടത്തും ഒന്ന് ക്ലീനാക്കി എടുത്തു. പഠിച്ചോനെ ഇനു വന്നിക്കണാ. ഇനുവാ ഇനു ഡാൻസ് പഠിച്ചാ? അല്ല ഒപ്പന പഠിച്ചാ? എങ്ങനെയാണ് ഒപ്പന? പൊറാട്ട
ഹൈസി വന്നപ്പോൾ തന്നെ പൊറാട്ടമ്മലാണ് കേട്ടോ നോട്ടിട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ നോമ്പർക്കലുണ്ട് പറഞ്ഞില്ലേ സിദ്ധിയാക്കാനോടെ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ അങ്ങോട്ട് കയറിയിട്ട ബാങ്ക് കൊടുക്കണതിൻ്റെ കുറച്ച് നേരം മുന്നേ. അങ്ങനെ ഇതാ ഫുഡൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. ബിരിയാണി, ചപ്പാത്തി, പൊറാട്ട, പത്തിരി, ആടുകുറുമ ഒക്കെ ഉണ്ട്, ഫ്രൂട്ട്സ്. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് എല്ലാം കഴിച്ചു. ഞാൻ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നേരെ വീട്ടിലേക്ക് പോയി. മിന്നറിയണോക്ക് മിന്നറിയുണ്ട് കാണ്ടൈസോ ഇടക്കിടക്ക് ഒരു ലേറ്റ് വരുന്നതാ. നല്ല മഴ ചെയ്തു കേട്ടോ. നല്ല ഇടിയും മഴയും. ഐസിന് ആ ഗ്രിൽസും അങ്ങനെ ചാടി നിക്കല്ല, അങ്ങോട്ട് നിക്കേ. നമ്മള് മേലെ പോണ്ടി വരും. ഇങ്ങോട്ട് വാ. അങ്ങനെ അമ്മയും കുൽസാത്തിയും കൂടി വന്നിട്ടോ. കുൽസാത്തമ്മാനെ ഇവിടെ ആക്കി കൊടുത്തു പോയി. ഇതിലെന്താണ്? ഇതില് മുന്തിരി ജ്യൂസ്, കറി, ഇത് പൊറാട്ടയും പൊരിക്കടി ചോറും ഒക്കെ കൊണ്ടു. ഇനി വീട്ടിൽ പോവാ? വേണ്ട. അപ്പൊ ചാവി കിട്ടി, എല്ലാം കെട്ടി പെറുക്കി നമ്മള് വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിക്കാണ് കേട്ടോ. മാങ്ങ കവറിലാക്കി ഇവിടുന്ന് കിട്ടിയ ഭയങ്കര മിന്നറിയലും ഇടിപൊട്ടലും ഒക്കെയാണ്. പകലൊക്കെ നല്ല ചൂടാണ് ഇവിടെ എത്തിയപ്പോൾ എന്ന് പറഞ്ഞിട്ട് രാത്രിയായപ്പോൾ നല്ല മഴയുണ്ട് പെയ്തോട്ടെ. നോമ്പറക്കലം കഴിഞ്ഞപ്പോൾ തന്നെ നല്ലോണം തണുപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ വന്നു, പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.